ഹായ്, ഞാൻ നാൻസി ജോൺസണാണ്. ഞാൻ കൊച്ചിൻ ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. നമുക്ക് കൊച്ചിൻ ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 കോഴ്സസാണുള്ളത്. ഡെൻ്റൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സും ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ടെക്നോളജി. ഡെൻ്റൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് 1 ഇയർ ഡിപ്ലോമയാണ് ആൻഡ് ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ടെക്നോളജി 2 ഇയർ ഡിപ്ലോമയാണ്. അപ്പം നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത് ആർട്ടിഫിഷ്യൽ പല്ല് ഉണ്ടാക്കണം. സാധാരണ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി, നിങ്ങൾ എപ്പോഴെങ്കിലും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ചെറിയ കേടുപാട് വല്ലതുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അത് ഫില്ലിങ് ചെയ്ത് ശരിയാക്കും. പക്ഷേ ആ പല്ലിന് വലിയ കേട് വല്ലതുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിന് ആ ടൂത്ത് മാറ്റേണ്ടി വരും. അപ്പം അവിടെ ഒരു ആർട്ടിഫിഷ്യൽ പല്ല് വെക്കേണ്ടതായിട്ട് വരും. അപ്പം ആ ഒരു സംഭവത്തിലാണ് നമുക്ക് റോൾ കിട്ടുന്നത്. അപ്പം നമ്മളെല്ലാവരും എപ്പോഴും ക്ലിനിക്കിൽ പോകുമ്പം കാണുന്നത് ഡെൻറ്റിസ്റ്റിനെയാണ്. ഡെൻ്റൽ ടെക്നീഷ്യൻ ആക്ച്വലി ബാക്ക് എൻഡ് വർക്കാണ്. ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ വർക്ക് നടക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് ഡെൻ്റൽ ടെക്നീഷ്യൻസിനുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മേഖല, ഡെൻ്റൽ ലാബ് ടെക്നീഷ്യൻ മേഖലയിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ പല്ല് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ പറയുന്ന പ്രകാരം പേഷ്യൻറ്റിന് ആവശ്യമുള്ള പല്ല് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിൽ, ഡെൻ്റൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, നമ്മുടെ 1 ഇയർ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അപ്പം നമ്മൾ ആദ്യം ഡോക്ടർ പേഷ്യൻ്റെ വായിലെ അച്ചെടുത്ത് നമുക്ക് അയച്ചു തരും. അപ്പം നമ്മൾ ഇതുപോലെ ഒരു മോഡൽ ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഈ മോഡലിൽ നിന്ന് നമ്മൾ നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു മോഡലിംഗ് ക്ലേ തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങളത് കറക്റ്റായിട്ട് ഉണ്ടാക്കും. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് ആ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പം നിങ്ങളൊരു സെൻറ്റർ പോർഷൻ ഉണ്ടാക്കും, പെറ്റൽസ് ഉണ്ടാക്കും, അതിൻ്റെ സ്റ്റെം ഉണ്ടാക്കും, ലീഡ്സ് ഉണ്ടാക്കും. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു മോഡലിംഗ് ക്ലേ തന്നിട്ട് നിങ്ങളോട് പറയാം മാക്സിലറി സെൻട്രൽ ഇൻസിസർ ഒന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്ലാങ്ക് ആകും. അപ്പം നമുക്ക് ആദ്യം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നമ്മുടെ കോഴ്സിൽ പഠിക്കുന്നത് ഓരോ പല്ലിൻ്റെ ഷേപ്പാണ്. അത് നമ്മൾ ഡെൻ്റൽ അനാറ്റമി എന്ന് പറയും. അപ്പം ഓരോ ടൂത്തിൻ്റെ ഷേപ്പ് ഞങ്ങൾ ഇതുപോലെ വാക്സിൽ, ഇത് ഡെൻ്റൽ വാക്സ് ആണ്, വാക്സ് ഉപയോഗിച്ച് പല്ലിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കും. അങ്ങനെ 32 പല്ല്, ടോട്ടൽ 18 തരം പല്ലുകൾ നമുക്ക് പഠിക്കാറുണ്ട്. ഈ ഓരോ 18 തരം പല്ല് നമ്മൾ ആദ്യം വാക്സിൽ പഠിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ ടൂത്ത് വാക്സ് ചെയ്ത് പഠിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡെൻ്റൽ അനാറ്റമി പഠിച്ചു. അപ്പോൾ എല്ലാ ടൂത്തിൻ്റെ ഷേപ്പ് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് സെറാമിക് ആണ്. അപ്പം നമ്മുടെ ഡെൻ്റൽ മേഖലയിൽ ബേസിക്കലി ആർട്ടിഫിഷ്യൽ പല്ല് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഫിക്സ്ഡ് ഉണ്ട്, റിമൂവബിൾ ഉണ്ട്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ വായിൽ ഡോക്ടർ അത് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. റിമൂവബിൾ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് തന്നെ ഊരിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം പല്ലിൻ്റെ ഷേപ്പ് വാക്സപ്പിൽ പഠിച്ച ശേഷം പിന്നെ പോകുന്നത് ഫിക്സ്ഡ് വർക്കിലേക്കാണ്. അത് നമ്മൾ പറയുന്നത് സെറാമിക് വർക്കാണ്. സെറാമിക് പല്ലെന്ന് പറയും. അപ്പോൾ സെറാമിക് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആയിരിക്കും പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ സെറാമിക് പല്ല് ഉണ്ടാക്കുക ചെയ്യുന്നത്. സെറാമിക് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മെറ്റലായിരിക്കും, പുറമെ കൈ കൊണ്ട് നമ്മൾ സെറാമിക് മെറ്റീരിയൽ ഉപയോഗിച്ച് നാച്ചുറലായിട്ട് തോന്നുന്ന വിധം ആണ് ഒരു ടൂത്ത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പല്ലിന് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ 8 യൂണിറ്റ് മെറ്റൽ സെറാമിക് വർക്കാണ് നമ്മുടെ മോഡലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുമ്പിലത്തെ പല്ലുകളാണ് ആൻഡ് ഇത് പുറകിലത്തെ പല്ലുകളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള സെറാമിക് ക്രൗണുകൾ ബ്രിഡ്ജ് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ ഫ്രീ ആയിട്ടുള്ള പല്ലുകളാണ്. ഇന്ന് സിർക്കോണിയ മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ടൂത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്, മെഷീൻ മില്ല് ചെയ്തെടുക്കുന്നതാണ്. ഇതിൽ മാനുവൽ ആയിട്ടുള്ള ലേബർ എന്ന് വെച്ചാൽ ഫൈനൽ പോളിഷിങ് മാത്രമാണ്. പിന്നെ അതേപോലെ വേറൊരു സിർക്കോണിയ വർക്കും കൂടെ നിങ്ങൾ ചെയ്യും. ഇത് ഉള്ളിൽ സിർക്കോണിയ ഫ്രെയിമാണ്, പക്ഷെ പുറമെ കൈ കൊണ്ട് തന്നെ നമ്മൾ ടൂത്തിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുവാണ്. അങ്ങനെ ടോട്ടൽ 10 യൂണിറ്റിൻ്റെ വെച്ചാൽ 10 പല്ലാണ് നമ്മൾ സെറാമിക് പല്ല് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഫൈനൽ ഒരു മോഡലായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂക്കൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിൽ ചോദിക്കും നിങ്ങൾ എന്താ ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാം. ഓക്കെ, ഞാൻ ചെയ്ത് സെറാമിക് വർക്ക് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കൊണ്ടുപോകാൻ പറ്റും.
അടുത്ത് നമ്മൾ പഠിക്കുന്നത് റിമൂവബിൾ ആയിട്ടുള്ള വർക്കാണ്. റിമൂവബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അപ്പൂപ്പരമ്മ അവരൊക്കെ പല്ലിൽ തന്നെ ഊരിയെടുക്കുന്ന, വെള്ളത്തിൽ മുക്കി വെക്കുന്ന അങ്ങനെയുള്ള ഡെൻച്ചേഴ്സ് എന്നാണ് അതിന് പറയാം. അപ്പോൾ അത് നമ്മൾ ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം സെറാമിക്കിൽ നമ്മൾ ആ പല്ല് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ റിമൂവബിൾ എന്താണ്, റെഡിമെയ്ഡ് പല്ലുകൾ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ അത് ഇതുപോലെ, ഇതും വേറെ ഒരു ഡെന്റൽ വാക്സ് ആണ്. ആ വാക്സിൽ ആ പല്ലുകൾ കറക്റ്റ് രൂപത്തിൽ, കറക്റ്റ് പൊസിഷനിൽ നമ്മളിവിടെ വെക്കണം. അപ്പം നമുക്ക് ഓൾറെഡി അനാട്ടമി അറിയെങ്കിൽ മാത്രമേ പിന്നെ ഇത് കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഇതുപോലെ വാക്സിൽ റെഡിമെയ്ഡ് പല്ലുകൾ സെറ്റ് ആക്കിയിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ ഫുള്ള് വായ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിൽ 1, 2, 3 സ്റ്റെപ്പുകൾ ശേഷം നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇങ്ങനെയാണ്. അക്രിലിക്കിൽ പുതിയ ഫൈനൽ പ്രോഡക്റ്റ് ഇങ്ങനെയായിട്ടാണ് വരുന്നത്. ഇതും നിങ്ങളുടെ ഒരു മോഡലാണ്. ഇത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലൊക്കെ കാണിക്കാൻ പറ്റുന്നൊരു മോഡലാണ്, ഒരു ഡെൻച്ചർ, ഒരു കംപ്ലീറ്റ് ഡെൻച്ചർ. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ 1 ഇയർ കോഴ്സിൽ പഠിക്കുന്നത്. സെറാമിക്കിൻ്റെ ഒരു 10 യൂണിറ്റിൻ്റെ ഒരു ബ്രിഡ്ജ് വർക്കും, പിന്നെ അതേപോലെ കംപ്ലീറ്റ് ഡെൻച്ചർ ഒരു CD ആണ് നിങ്ങൾ 1 ഇയർ കോഴ്സിൽ പഠിക്കുന്നത്. ഇനി 2 ഇയർ കോഴ്സിൽ എങ്ങനെയാണ്? 2 ഇയർ കോഴ്സിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫിക്സ്ഡ് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സെറാമിക് വർക്ക് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്പുകളാണ് നമ്മൾ ഫസ്റ്റ് മോഡൽ പ്രിപ്പറേഷൻ മുതൽ ലാസ്റ്റ് സെറാമിക്കിൻ്റെ ഗ്ലേസിങ് സ്റ്റെപ്പ് വരെ ഉള്ളതാണ് ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിൽ നമ്മൾ കംപ്ലീറ്റ് ഡെൻച്ചേഴ്സും പിന്നെ ഓർത്തോ അപ്ലയൻസസ് നമ്മളിപ്പം കമ്പി എടുത്ത ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഡോക്ടേഴ്സ് അപ്ലയൻസസ് തരും. ഇത് ഒരു മോഡലാണ്. ഇതുപോലത്തെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക്സ് ഉണ്ട്. അതെല്ലാമാണ് ഓർത്തോ അപ്ലയൻസസ് ആണ് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത്. അപ്പം ഓർത്തോ എന്ന ഒരു വർക്ക് നമ്മൾ 1 ഇയർ കോഴ്സിൽ പഠിക്കുന്നില്ല, അത് 2 ഇയർ കോഴ്സിൽ മാത്രമാണ് പഠിക്കുക. അപ്പോൾ സെക്കൻഡ് ഇയർ റിമൂവബിളും ഫസ്റ്റ് ഇയർ ഫിക്സ്ഡ് വർക്കാണ് ചെയ്യുന്നത്. പിന്നെ 1 ഇയറും 2 ഇയറിലുള്ള വേറൊരു മെയിൻ വ്യത്യാസം വെച്ചാൽ 1 ഇയറിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിംഗ് ആണ്. അപ്പം നമുക്ക് എക്സ്ട്രാ ടൈം അവിടെ ചിലപ്പം കിട്ടത്തില്ല. പക്ഷേ പേഷ്യൻ്റ് കേസ് ചെയ്യാനോ ലാബിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടത്തില്ല. പക്ഷേ 2 ഇയർ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനേറെ സമയം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പ്രാക്ടിക്കൽ ടൈം കിട്ടും. അപ്പം നമ്മുടെ മോഡൽ വർക്കുകളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തീർന്ന ശേഷം നമുക്ക് സ്വന്തമായിട്ട് ലാബുണ്ട്. അപ്പോൾ ആ ലാബിൽ പേഷ്യൻ്റ് കേസ് ചെയ്യാനായിട്ടുള്ള സീനിയർ ടെക്നീഷ്യൻസിൻ്റെ ഗൈഡൻസിലൂടെ പേഷ്യൻ്റ് കേസ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ലാബ് എക്സ്പീരിയൻസ് കൂടെ എക്സാമിന് മുമ്പേ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പറ്റും. വർക്കിലേക്ക് കയറുമ്പോഴും നിങ്ങൾക്ക് വർക്കിലേക്ക് പഠന ശേഷം വർക്കിലേക്ക് കയറാനുള്ള ആ ഒരു ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ കൂടുതൽ പ്രാക്ടിക്കൽ ടൈം കിട്ടണമെങ്കിൽ 2 ഇയർ കോഴ്സാണ് കുറച്ചുകൂടെ ബെറ്റർ. 1 ഇയർ കോഴ്സിൽ ഈ പ്രാക്ടിക്കൽ ടൈം, സ്പെഷ്യലി ലാബിലെ ടൈം കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. ഡെന്റൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സ് നമുക്ക് ആർക്ക് വേണമെങ്കിലും പഠിക്കാം. മിനിമം 10th ആണ് നമ്മുടെ എലിജിബിലിറ്റി എങ്കിലും 10th, 12th, ഗ്രാജുവേറ്റ്സ്, ഹോം മേക്കേഴ്സ് ആർക്ക് വേണമെങ്കിലും ഈ മേഖലയിലേക്ക് പഠിക്കാം. ഞങ്ങൾ ഈ കോഴ്സ് നടത്തുന്നത് BSSൻ്റെ അണ്ടറിലാണ്, ഭാരത് സേവക് സമാജ്. അതൊരു നാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ്. ആൻഡ് അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ യൂത്തിനെ വർക്ക് ചെയ്യാനായിട്ട് ഒരു വഴി കാണിച്ചു കൊടുക്കുക, നമ്മളെ എംപ്ലോയബിൾ ആക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു സ്കിൽ ബേസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിച്ച് ഉടനെ തന്നെ വർക്ക് കിട്ടാവുന്ന ഒരു മേഖലയാണിത്. നമ്മുടെ ഇൻഡസ്ട്രി കാരണം എല്ലാവരും ഡെന്റിസ്റ്റിനെയാണ് കാണുന്നത്. ഡെന്റൽ ടെക്നീഷ്യൻസിന് അറിയത്തില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഫീൽഡ് അറിയാതെ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ മതി, എത്ര ഡെന്റൽ ക്ലിനിക്സ് നമ്മുടെ ചുറ്റുമുണ്ട്. എല്ലാ ഡെന്റൽ ക്ലിനിക്സിലും ഒരു ഡെന്റൽ ലാബ് ടെക്നീഷ്യന് ചെയ്യാനുള്ള വർക്കുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാത്തവർ മടിയന്മാരാണ്. അല്ലാത്ത ഒരു വ്യക്തി പോലും ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്നില്ല. എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കൊരു ലാബ് ഉള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരെ ഞങ്ങൾ ഇവിടെ പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻസ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പഠനത്തിൽ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ കോഴ്സ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിച്ച ഉടനെ ജോലി കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സ് ചെയ്യാം. പിന്നെ ഈ കോഴ്സിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ വർക്ക് ചെയ്ത ശേഷം പഠനശേഷം വർക്ക് ചെയ്ത് കുറച്ച് നാൾ എക്സ്പീരിയൻസ് ഒക്കെ ആയ ശേഷം നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് ഉണ്ടെങ്കിൽ, ഒരു ബിസിനസ് മാൻ ആവണം അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൻ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ട് ഒരു നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വർക്ക്, നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് ചെയ്യാൻ അറിയാവുന്ന വർക്ക് വെച്ച് നിങ്ങൾക്ക് ഒരു ലാബ് ഇടാവുന്നതാണ്. അത് നിങ്ങൾക്ക് മാത്രമായിട്ട് സ്വയം തൊഴിൽ മാത്രമല്ല, ഒരു 10 ആൾക്ക് ജോലി കൊടുക്കാനും നിങ്ങൾക്ക് അതുകൊണ്ട് സാധിക്കും. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഈ മേഖലയിലുണ്ട്. നമ്മുടെ കോഴ്സ് ഭാരത് സേവക് സമാജിൻ്റെ അണ്ടറിലാണ്, BSSന്റെ അണ്ടറിലാണ് ഞങ്ങൾ ഈ കോഴ്സ് നടത്തുന്നത്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് കോഴ്സാണ്, ഇത് ഡെന്റൽ കൗൺസിലിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. അപ്പം നമുക്ക് ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച്, BSS സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ സ്റ്റുഡൻസ് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ദുബായിലുണ്ട്, ഖത്തറിലുണ്ട്, ന്യൂസിലൻഡിലുണ്ട്, എല്ലാവരും പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്ത്യയിലോ വിദേശത്തോ പ്രൈവറ്റിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഗവൺമെൻറ് സെക്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാം. അത് ഇന്ത്യയിലും പുറത്തും വർക്ക് ചെയ്യാൻ പറ്റില്ല. പുറത്തുള്ള എക്സാംസ് ഒന്നും ഈ സർട്ടിഫിക്കേഷൻ വെച്ച് എഴുതാൻ പറ്റില്ല. പിന്നെ പക്ഷെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്കിൽ ബേസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ എവിടെ ഇൻ്റർവ്യൂക്ക് പോയാലും ഏത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായാലും ഒരു എംപ്ലോയർ, ഞാനൊരു എംപ്ലോയറും കൂടെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു എംപ്ലോയർ ആണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് എന്തറിയാമെന്ന് ചോദിക്കും. രണ്ടാമത് ചോദിക്കുന്നത് ചെയ്ത് കാണിക്കാൻ പറയും. ആ ചെയ്ത് കാണിക്കലിലാണ് ഞങ്ങളുടെ മേഖല ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്ത് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിലും വർക്ക് ചെയ്യാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഉറപ്പാണ്. സോ അതാണ് കൊച്ചിൻ ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉറപ്പുവരുത്തുന്നത്. നിങ്ങളെ നല്ല ടെക്നീഷ്യൻസ് ആക്കി മാറ്റാനാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്കില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാം. യു ക്യാൻ ബി എ ഗുഡ് ടെക്നീഷ്യൻ, യു ക്യാൻ ബി ആൻ ഓൺടർപ്രണർ, ഓർ യു ക്യാൻ ഹാവ്, പിന്നെ ഇന്ത്യയിലല്ല വിദേശത്തായാലും എക്സ്പീരിയൻസ് ടെക്നീഷ്യൻസിന് വളരെയേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇത് നിങ്ങളുടെ ആഗ്രഹം പോലെ ഇരിക്കും, നിങ്ങളുടെ കേപ്പബിലിറ്റിയും നിങ്ങളുടെ എഫേർട്ട് പോലെ ഇരിക്കും. ഈ ഒരു സ്കില്ല് നമ്മൾ നല്ല രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരും. പക്ഷെ അത് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് എവിടെ ഏത് ലെവലിൽ വേണമെങ്കിലും എത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അപ്പം അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു നല്ലൊരു സ്ട്രീമാണ് ഡെന്റൽ ടെക്നോളജി. അപ്പോൾ ഡെന്റൽ ടെക്നോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ഡെന്റൽ ടെക്നീഷ്യൻ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊച്ചിൻ ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാം. ഇവിടെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ടീം ഇവിടെ റെഡിയാണ്. സോ വെൽക്കം ടു കൊച്ചിൻ ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്.